സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും മുഴുവൻ ശ്രദ്ധയും അവരുടെ ലോകം തന്നെ ഈ കുട്ടിക്ക് ചുറ്റുമായിരിക്കും. അതിനിടയിൽ അവർ മറക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും കാലം നമ്മൾ പങ്കാളിക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്നേഹവും പരിഗണനയും ശ്രദ്ധയൊക്കെ പതുക്കെ കുറഞ്ഞു വരും. അത് ഒരു പടിയും കൂടെ കറന്ന് ചില ആളുകൾ വിചാരിക്കും ഒരു കുട്ടിയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ അത്ര റൊമാൻറ്റിക് ആവേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ കുഞ്ഞിനേക്കാളും എപ്പോഴും ജീവിതത്തിൻ്റെ ഏത് സ്റ്റേജിലാണെങ്കിലും കുട്ടികളെക്കാൾ കൂടുതൽ നമ്മൾ പരിഗണന കൊടുക്കേണ്ടത് നമ്മുടെ പാർട്ട്ണറിനാണ്. കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് ഇതിനെപ്പറ്റി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, അച്ഛനും അമ്മയും എന്ന് പറയുന്ന റോള് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും പങ്കാളികൾ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു കുടുംബത്തിനെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം ആ രീതിയിലായിരിക്കും ആളുകൾ പോകുന്നത്. അതായത് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുക, കുട്ടികളുടെ ഫീസ് അടയ്ക്കുക, കുട്ടികളുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അതായത് ഇവരുടെ സംസാര വിഷയം എന്നു പറയുന്നത് കുട്ടികളിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിപ്പോകും, അല്ലെങ്കിൽ ഫാമിലിയുടെ ഒരു മാനേജ്മെൻറ്റിലേക്കായിട്ട് മാത്രം ചുരുങ്ങിപ്പോകും. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും അവർ പഠിച്ച് വളർന്ന് അവരുടേതായിട്ടുള്ള ജീവിതത്തിലേക്ക് അവർ പോകും. ആ സമയത്ത് ഈ പറയുന്ന രണ്ടാളുകൾക്ക് പരസ്പരം സംസാരിക്കാൻ ഒരു വിഷയം പോലും ഇല്ലാത്ത ആ ഒരു അവസ്ഥയിലായിട്ട് നമ്മൾ പല വീടുകളിലും നമ്മൾ കാണാറുണ്ട്. കോമൺ ആയിട്ടുള്ള വിഷയങ്ങൾ അവർക്ക് ഉണ്ടാവില്ല സംസാരിക്കാൻ. ഇതിന് വേറൊരു വശമുണ്ട്. അതായത് കുട്ടികളുടെ സൈഡിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അച്ഛനമ്മമാർ അവരുടെ സന്തോഷങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളും അവർ മാറ്റി വെച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കുമ്പോൾ ചില പാരൻസ് ആണെങ്കിൽ പറയുകയും ചെയ്യും, ഞാനൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചത്. ഇതൊക്കെ കുട്ടികളടുത്ത് ഡയറക്റ്റ് ആയിട്ട് പറയുന്ന പാരൻസും ഉണ്ട്. ഇതൊക്കെ കുട്ടികളിൽ അനാവശ്യമായിട്ടുള്ള ഒരു സ്ട്രെസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അവരുടെ ലൈഫിലും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അച്ഛനും അമ്മയും എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ അവർക്കത് അവരുടെ മേലെ ഒരു പ്രഷർ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും സന്തോഷിക്കുന്നുണ്ട്, അവർ ഹാപ്പിയാണ്, അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് കണ്ട് വളരുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് സ്ട്രെസ്സ് കുറവായിരിക്കുന്നത് മാത്രമല്ല, അവർക്ക് ലോകത്തിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പറ്റിയിട്ടുള്ള ഈവൻ അവർക്ക് ഭാവിയിൽ വരുന്ന ഒരു പാർട്ട്ണറിനെ പറ്റിയിട്ടുള്ള ഒരു സങ്കല്പം തന്നെ വ്യത്യാസമായിരിക്കും. അവരുടെ ജീവിതം കുറച്ചുകൂടെ മീനിങ് ഫുൾ ആയിരിക്കുമെന്ന് മാത്രമല്ല, അവർക്കൊരു ഇമോഷണൽ സെക്യൂരിറ്റിയും കൂടെ കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് എന്താ പറയുക, ഇതൊക്കെ റെസ്പോൺസിബിലിറ്റി അല്ലേ, കുട്ടികളെ നോക്കണ്ടേ, കുടുംബം നോക്കണ്ടേ, അപ്പം നമ്മൾ ആ റെസ്പോൺസിബിലിറ്റീൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടി സമയം കണ്ടെത്താനൊക്കെ എവിടെയാ പറ്റുക എന്നൊക്കെ ആലോചിക്കുമായിരിക്കും നിങ്ങൾ. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുട്ടികളില്ലാതെ ഒറ്റയ്ക്ക് നിങ്ങൾക്കൊരു സിനിമയ്ക്ക് പോകാം, അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കാൻ പുറത്തു പോകാം. ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ബീച്ചിലോ ഒരു പാർക്കിലോ എവിടെയെങ്കിലും കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെലവഴിക്കാമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ തമ്മിലുള്ള ഒരു ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യും. അത് കാണുന്ന കുട്ടികൾക്കും കൂടുതൽ സന്തോഷമാവുകയും ചെയ്യും. സന്തോഷമുള്ള മാതാപിതാക്കൾക്ക് സന്തോഷമുള്ള കുട്ടികളെ വളർത്താൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം? ഇതിനെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? എല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇനി നിങ്ങളുടെ പാർട്ട്ണറിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം.